ചില്ലു ഗ്ലാസ് കൊണ്ട് തേങ്ങ അടിച്ചു പൊട്ടിക്കും. എത്ര മണിക്കൂർ നേരം വേണമെങ്കിലും വെള്ളത്തിനു മുകളിൽ ഇല പോലെ പൊങ്ങിക്കിടക്കും. തളിപ്പറമ്പ് പൂമംഗലത്തെ ബാലകൃഷ്ണേട്ടൻ നാട്ടുകാർക്ക് കൗതുകമാണ്. കണ്ണൂരിൽ നിന്നും ശ്രീനി ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തളിപ്പറമ്പ് പൂമംഗലത്തെ ഈ ഹോട്ടലിൽ എത്തിയാൽ ചായ കുടി മാത്രമല്ല, കൗതുകം ജനിപ്പിക്കുന്ന ചില കാഴ്ചകളും കാണാം. ഇരിക്കൂർ സ്വദേശിയായ ബാലകൃഷ്ണൻ 30 വർഷം മുമ്പാണ് പൂമംഗലത്ത് ഹോട്ടൽ തുടങ്ങിയത്. നാട്ടുകാർക്ക് മാത്രമല്ല, ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർക്കും ബാലകൃഷ്ണേട്ടൻ ഒരു അത്ഭുതം തന്നെയാണ്. ചില്ല് ഗ്ലാസ് കൊണ്ട് തേങ്ങ അടിച്ചു പൊട്ടിക്കുന്നത് ശ്വാസം അടക്കി പിടിച്ചാണ് കാഴ്ചക്കാർ കാണുക. ഗ്ലാസ് എങ്ങാനും പൊട്ടിയാൽ പിന്നെ പണി പാളിയത് തന്നെ. എന്നാൽ ബാലകൃഷ്ണേട്ടന് ഒട്ടും ആത്മവിശ്വാസക്കുറവില്ല. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാണെന്ന ഭാവത്തിൽ ഒറ്റ ഇരിപ്പിൽ 120ഓളം തേങ്ങകളാണ് ബാലകൃഷ്ണേട്ടൻ അടിച്ചു പൊട്ടിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ തോന്നി, അങ്ങനെ ഒരു രസത്തിന് വെറുതെ ഒന്ന് പൊട്ടിച്ച് നോക്കി, അങ്ങനെ പൊട്ടിച്ച് പിന്നെ ഇതിനെ കൊണ്ട് തന്നെ ഗ്ലാസ് കൊണ്ട് തന്നെ പൊട്ടിക്കലായി. 10-100 തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് ഒറ്റ ഗ്ലാസ് കൊണ്ട്. 100-120 തേങ്ങ വരെ പൊട്ടിച്ചിട്ടുണ്ട്. അത് ഒരു കല്യാണത്തിന് ഞാനും വേറൊരാൾ കൂടെ ഭാഷ കെട്ടിയിട്ട് 120 തേങ്ങ പൊട്ടിച്ചു. കത്താട്ട് പൊട്ടിക്കുന്നതിനങ്ങനെ സ്പീഡിൽ ഞാൻ പൊട്ടിച്ചത്. തേങ്ങ പൊട്ടിക്കാൻ മാത്രമല്ല, വെള്ളത്തിന് മുകളിൽ എത്ര സമയം വേണമെങ്കിലും ഇല പോലെ പൊങ്ങിക്കിടക്കാനും ബാലകൃഷ്ണേട്ടന് സാധിക്കും. ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ. അത് വെച്ചാൽ പുഴക്കുന്ന് മുങ്ങിയിട്ട് ഈ തോട്ടയാടും. പണ്ട് തോട്ടയാട് മുങ്ങി അങ്ങനെ ശീലമായിട്ടാണ് പെട്ര വെള്ളത്തിന് മേലെ പൊന്തി അങ്ങ് അമരൂല. അമരുന്നതിനൊക്കെ പൊന്തും പെട്ര. പിന്നെ മരുന്ന് കിടക്കലായി വെള്ളത്തിൽ ഇരുന്ന് നോക്കി എല്ലാം ശരി, എല്ലാം ക്ലിയറായി. ഇങ്ങനെ മരുന്ന് ഇപ്പം ഇരിക്കാൻ കഴിയില്ല, കാലിന് ഇതില്ലാണ്ട് ബാലൻസ് ഇല്ലാണ്ട് ഇരിക്കാൻ കഴിയില്ല. ഇപ്പം മരുന്ന് കിടക്കും എത്ര സമയം വേണമെങ്കിലും കിടക്കാം, 2-3 മണിക്കൂറിൽ കിടക്കാം. ഇതൊക്കെ ഒരു കൗതുകമല്ലേ? നമുക്കൊക്കെ വെള്ളത്തിന് മുകളിൽ ഇല പോലെ പൊങ്ങിക്കിടക്കാൻ കഴിയുമോ? കൂട്ടുകാരന്റെ പ്രവൃത്തിയിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സുഹൃത്ത് ഗോവിന്ദ്. അടുത്ത് കടന്നിട്ട് പോയിട്ട് ഇങ്ങനെ അതിലെ ഇത് നല്ല ഇത് തന്നെയല്ലേ, പോയി ചപ്പുപോകും പോലെ ആർക്കൊണ്ടാ കഴിയാ ചപ്പുപോകും പോലെ പോകാൻ നല്ലൊരു അത്ഭുതം തന്നെ. യുവത്വത്തിന്റെ പ്രസരിപ്പോടെ 63-ാം വയസ്സിലും നാട്ടുകാരിൽ കൗതുകമുണർത്തുന്ന പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്ന ബാലകൃഷ്ണനോടൊപ്പം ശ്രീനി ആലക്കോട്, ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.